ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് ദ റമദാൻ. സത്യം പറയില്ലേ, ഞാൻ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ നോമ്പ് തറ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്നൊന്ന് വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഫസ്റ്റ് ഡേ അല്ലേ റമദാൻ്റെ. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലാനും ഇല്ലാണ്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ നിങ്ങൾക്ക് കാണും. പക്ഷേ എന്നാലും നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. പിന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉച്ച മുതൽ നൈറ്റ് വരെയുള്ള എൻ്റെ നോമ്പുതറ വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഉച്ചക്ക് നമ്മുടെ വലിയ നോമ്പുതറക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി ഒരു ചിക്കൻ കറീൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അതിൻ്റെ ഫുൾ റെസിപ്പി തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ സെയിം റെസിപ്പി തന്നെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം വലിയ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കി വെക്കാം. മെയിൻ കോഴ്സാണ് ഫസ്റ്റ് ആക്കി വെക്കാം. ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയും പിന്നെ ഗീ റൈസാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് ഇത് രണ്ടും. അതുകൊണ്ട് ഫസ്റ്റ് നോമ്പ് ഞാൻ ഇത് വലിയ നോമ്പ് തരായിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്, സ്നാക്സ് എന്ന് പറയാൻ പറ്റില്ല, സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ബോണ്ട മാത്രമാണ് കേട്ടോ. നമ്മൾ റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു പ്ലാനിങ് ഉണ്ടായത് ഡെയിലി നമ്മൾ ഒരു സ്നാക്ക് മാത്രമേ ഉണ്ടാക്കാം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ കീനത്. പക്ഷെ ഇന്ന് റമദാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞത് അതേപടി അനുസരിച്ചിട്ട് ഇന്നൊരു സ്നാക്കിൽ മാത്രം ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ചിക്കൻ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്കാണ് കേട്ടോ ചിക്കൻ ബോണ്ട. നിങ്ങൾ വിചാരിക്കണ്ട ഇതെല്ലാം ഞാൻ ഒന്നിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. ഉമ്മയോട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ നിന്ന്. പിന്നെ ഞാനിപ്പം ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, പിന്നെ റൈസ് ഉമ്മ ഉണ്ടാക്കും വയ്യ, പിന്നെ സ്നാക്സും ഞാൻ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഹെൽപ്പിന് എൻ്റെ സിസ്റ്ററും ഉണ്ടാകും. പിന്നെ ഒരാൾ ക്യാമറ പിടിക്കാനുണ്ടാവും. എനിക്ക് ട്രൈപോഡ് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇത്ര കാലം ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ട്രൈപോഡ് യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒന്ന് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സിസ്റ്റർ പിടിക്കും, ഞാൻ ഉണ്ടാക്കും, അങ്ങനെയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഫുഡ് എനിക്കിഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ വെറൈറ്റി ആയിട്ടെല്ലാം ട്രൈ ചെയ്യൂലേ, അതൊക്കെ എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ചാനൽ ഇത് കുക്കിംഗ് ചാനൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഉണ്ടാക്കാൻ നിൽക്കും, ഒരാൾ വീഡിയോ എടുക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡ് ഞാൻ ചിക്കൻ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും കൂടി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ബോണ്ടയ്ക്ക് വേണ്ടുന്ന ഉരുളക്കിഴങ്ങും ഞാനിതാ പിഴുങ്ങാനിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ കറിയിലേക്ക് ചിക്കൻ ആഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചിക്കൻ കുക്കായിട്ട് വരുന്നതിന് മുന്നേ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ടോപ്പ് വെച്ചടിച്ച് ഇതിൽ നിന്നും സ്റ്റോക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതുവരെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. എന്നാൽ മാത്രമേ ഈ ഒരു കറിൻ്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് വെള്ളം ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചിക്കൻ കുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഞാൻ ചിക്കൻ മസാലയും പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, എക്സ്ട്രാ ടേസ്റ്റ് കൂടും അതിനാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓവറാക്കണ്ട, അന്നേരം പിന്നെ ഭയങ്കര ഗ്രേവി ആയി പോകും. ഈ ഒരു കറി നല്ല തിക്കായിട്ട് കിട്ടണം, അതിനാണ് കേട്ടോ. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബോണ്ടയ്ക്ക് വേണ്ടുന്ന ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ. 1.5 കപ്പ് മൈദയിൽ 1/2 കപ്പ് കടലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ബാറ്റർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബോണ്ടയ്ക്ക് വേണ്ടുന്ന മസാല ഓൾറെഡി മച്ചു റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മച്ചു എൻ്റെ സിസ്റ്ററാണ്, ഓള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച പൊട്ടാറ്റോ ഇതിലേക്ക് കുത്തിയിട്ട് കൊടുക്കുക.
പിന്നെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ഓൾറെഡി ചിക്കൻ വേവിച്ചിട്ടുണ്ടായിന്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ച ചിക്കൻ ഇതിലേക്ക് ചെറുതായിട്ട് കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടും നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഈ ചിക്കൻ പോണ്ട നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലേ ഈ നോർമൽ ബോണ്ടയേക്കാളും ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അതിട്ടിട്ട് ഉണ്ടാക്കുന്ന ബോണ്ടയാണ് കേട്ടോ ഇഷ്ടം. അതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ചുകൂടെ നല്ല ഫ്ലേവേർഡ് ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ ഇതുവരെ ചിക്കൻ ഇട്ട ബോണ്ട അല്ലെങ്കിൽ ബീഫ് ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഞാൻ ഈ ഉരുളക്കിഴങ്ങിന് പകരം കിഴങ്ങിട്ട് ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിന് കേട്ടോ. കിഴങ്ങും ബീഫും ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഉള്ളി കൊണ്ട് മസാല ആക്കുക, എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിന് പകരം കിഴങ്ങിടുക, പിന്നെ ബീഫ് അത് ഇട്ടിട്ടുണ്ടാക്കി പോകണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് ബോണ്ട കഴിക്കാനായിട്ട്. അങ്ങനെ ഉമ്മ ഇപ്പം ഇവിടെ നമ്മൾ രാത്രിത്തേക്ക് വേണ്ടുന്ന കഞ്ഞി റെഡിയാക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഡെയിലി മസ്റ്റാണ് കേട്ടോ. റമദാനിൽ ഈ ചെറുപയറും നീരിയരിയും ഇട്ടിട്ടുണ്ടാക്കുന്ന കഞ്ഞിയിലെ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. അതാണ് കേട്ടോ. ഇത് നമുക്ക് ഇപ്പം എല്ലാം കഴിക്കാം. നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ട് നമ്മൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കുമല്ലോ. ആ മെയിൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു കഞ്ഞി കുടിക്കലും മസ്റ്റാണ് കേട്ടോ. ഇപ്പം ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിക്കൊണ്ട് വരുന്ന ഇപ്പം ഈ ഒരു ടൈമിൽ കിച്ചണിൽ ഭയങ്കര റഷായിരിക്കും കേട്ടോ. അതുവരെ നമ്മൾ സ്ലോലി ആയിട്ടിരിക്കും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാകും. പക്ഷേ ഈ ബാങ്ക് കൊടുക്കാനാകുന്ന ടൈം നമുക്കൊന്നിനും ടൈം കിട്ടില്ല. പിന്നെ വീഡിയോയും കൂടി എടുക്കാനുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ടൈം പോകുന്നതേ അറിയില്ല കേട്ടോ. കൊടുക്കാനായ ടൈമിലായിരിക്കും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. എൻ്റെ അടുത്ത് പ്രത്യേകിച്ചിട്ട് ഈ ടൈമിലാണ് ഫ്രൂട്ട്സ് കട്ടിക്കലും ജ്യൂസ് അടിക്കലെല്ലാം കേട്ടോ. ഭയങ്കര റഷായിരിക്കും ഈ ടൈം കിച്ചണിൽ. അങ്ങനെ നോമ്പ് മുറിക്കാനായിട്ട് ഈത്തപ്പഴം ഞാൻ ഇവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഈത്തപ്പഴം വെറുതെ ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ നോമ്പ് മുറിക്കുമ്പോൾ ഒന്ന് കഴിച്ചാൽ കഴിച്ച് അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ എന്താ പറയുക, ഒരു ടേബിളിൽ കാണാനൊരു രസം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഡെക്കറേഷനെല്ലാം. അങ്ങനെ ഇപ്പോൾ ബാങ്ക് കൊടുക്കും. അപ്പോഴേക്ക് മച്ചും ഐശ്വര്യം കൂടിയിട്ട് ജ്യൂസിലടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ബത്തക്കെല്ലാം കട്ട് ചെയ്ത് ടേബിളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പുറത്തുനിന്ന് ഓരോന്നും ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് ഇവർ ഇപ്പുറത്തുനിന്നെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ബാങ്ക് എടുത്ത് നമ്മളിതാ ഫസ്റ്റ് ഈത്തപ്പഴം വെച്ചിട്ട് നോമ്പ് മുറിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഈ റമദാനിലെ ഫസ്റ്റ് നോമ്പ് നമ്മൾ മുറിച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് 2 തരം ജ്യൂസ്, പിന്നെ ഒരു സ്നാക്ക് ചായ, പിന്നെ വാട്ടർമെലോൺ, അത്ര തന്നെയുള്ളൂ കേട്ടോ. നമ്മൾ വേഗം ഇതൊക്കെ കഴിച്ചിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പോകും. പിന്നെ നിസ്കരിച്ച് ഖുറാനൊക്കെ ഓതിയിട്ട് പിന്നെ ഒരു ഇശാ ബാങ്കെല്ലാം കൊടുത്ത് നിസ്കരിച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് എടുക്കും. അപ്പോഴാണ് നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കുക കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ അതന്നെ വേഗം കിടന്നുറങ്ങും. പിറ്റേന്ന് നമുക്ക് അത്താഴത്തിന് എണീക്കണ്ടേ. ഇൻഷാ അല്ലാഹ് പിറ്റേന്ന് സുബഹ് നിസ്കാരത്തിന് മുന്നായിട്ട് നമ്മൾ അത്താഴത്തിന് എണീക്കും, ഫുഡ് കഴിക്കും ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട്. അതൊക്കെയാണ് റമദാൻ ഡേയിലെ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. ഇനി അങ്ങോട്ട് അങ്ങനെ നിസ്കരിച്ച് ഖുറാനൊക്കെ ഓതി കുറച്ച് ഫോണിലേക്ക് കളിച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പോൾ ഞാനിതാ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം ചിക്കൻ കറിയും ഗീ റൈസാണ് ഇന്നത്തെ നൈറ്റ് ഫുഡ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണ്ട, കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാനിത് പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നല്ല ചെറിയ ചൂടായിട്ടുള്ള കഞ്ഞിയും കുടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് വേഗം കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ സുബഹിക്ക് മുന്നായിട്ട് എണീക്കണം. എന്നിട്ട് അത്താഴം കഴിച്ച് സുബഹിക്ക് നിസ്കരിച്ചിട്ട് നാളെയും ഇൻഷാ അല്ലാഹ് നോമ്പ് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഫസ്റ്റ് റമദാൻ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ തന്നെ വീഡിയോസിലും എനിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഡെയിലി. പക്ഷെ ഇത് നടക്കണ കാര്യമൊന്നുമല്ല, എന്നാലും വിചാരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഞാൻ ട്രൈ ചെയ്യും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.